ഹേ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു CS റാങ്കിൻ്റെ മാച്ച് ആയിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് നമുക്ക് WSP കിട്ടിയാണ്. അപ്പോൾ WSP നിർത്തിപ്പോയിക്കാൻ ചോദിച്ചാൽ അവന്മാരയച്ച അബ്ബാരെ കുത്തിപ്പിടി. നമ്മൾ 110ൻ്റെ അടിച്ചിട്ട് രണ്ടുപേരും കൊടുത്തു ഗൈസ്. പക്ഷേ അവന്മാരയച്ച അബ്ബാരെ കുത്തിപ്പിടി. പക്ഷേ ഞാൻ അയച്ചാൽ അവിടെ നിന്ന് ഓടാന്ന് വിചാരിച്ചപ്പോൾ അവർ അബ്ബാരെ കുത്തിപ്പിടിച്ച് നമ്മളങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് അവരെ നമ്മൾ നോക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ തീർത്തപ്പോൾ നമ്മുടെ ടീമേറ്റിനെയും കുത്തിപ്പിടിക്കാമെന്ന് വിചാരിച്ച് അവർ കയറി റഷ് ചെയ്ത് വന്നിട്ട് അവർ നമ്മളെ സ്നൈഡറൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ ഇവനയച്ച പുറത്തൊക്കെ ഇറങ്ങില്ല. അപ്പോൾ ഇവരെ കുത്തിപ്പിടിച്ച് കൊന്നുണ്ട് ഗൈസ്. ഇവനയച്ച് ഓടായിരുന്നു. പക്ഷേ ഇവന് ഒരു ന്യൂബ് ബംഗാളി പ്ലെയർ ആയതിനെ നമുക്കൊന്നും സംസാരിക്കാം ഗൈസ്. 6 റൗണ്ട് അവർ കുത്തിപ്പിടിച്ച് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത റൗണ്ട് നമ്മൾ കിങ്ഫിഷർ വെച്ച് എടുക്കാമെന്ന് വിചാരിച്ച് കിങ്ഫിഷർ എടുത്ത് നമ്മൾ ആ ട്രക്കിൻ്റെ ആ സൈഡിലോട്ട് പോയി നമ്മൾ ടച്ച് ചെയ്തിട്ട് പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു ഗ്ലൂ വാൾ കിട്ടി. അതൊരു കാര്യമില്ല. അവന്മാർക്ക് ഡാമേജ് കൊടുത്തു. പക്ഷേ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് നോക്കിട്ട് ഗൈസ്. അവർ നമ്മളെ ടീമേറ്റ് അവനെ അങ്ങോട്ട് നോക്കിയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് നമ്മൾ റിവൈവ് ചെയ്തു. അപ്പോഴത്തേനും നമ്മൾ ഈ കളി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. എല്ലാവരും കൂടി ഒറ്റ കില്ല് വെച്ചിട്ട് എല്ലാവരും കൂടി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്കോർ 1-1 ഗൈസ്. അപ്പോൾ അടുത്ത റൗണ്ടിൽ നമുക്ക് നല്ല കണ്ണ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് P90 നമ്മുടെ പരാഫലാണ്. അതിൻ്റെ ഫേവറേറ്റ് ലോങ് റേഞ്ച് ഗണ്ണാണ് പരാഫൽ. അത് വെച്ച് അടിക്കാൻ വിചാരിച്ചപ്പോൾ ആൾക്കാരെ ഒരാൾ സ്പോട്ട് ചെയ്ത് അവന് കുറച്ച് ഡാമേജ് കൊടുക്കാൻ നോക്കി. പക്ഷേ ലെഫ്റ്റ് സൈഡ് നമുക്ക് അടി കിട്ടി. അതുകൊണ്ട് ഞാൻ ഗ്ലൂ ആൾട്ട് പെട്ടെന്ന് മെഡിക്കേറ്റ് അടിക്കാൻ വിചാരിച്ച്. അപ്പോൾ തന്നെ അവനെ തന്നെ കുത്തിപ്പിടിച്ച് അവനെ അടിക്കാമെന്ന് വിചാരിച്ച്. അതായത് നമ്മുടെ സ്പോട്ട് ചെയ്ത പ്ലെയറിനെ കുത്തിപ്പിടിച്ച് അവനെ അടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ കഴിഞ്ഞ റൗണ്ട് അവർ കുത്തിപ്പിടിച്ച്, ഇപ്രാവശ്യം നമ്മളും കുത്തിപ്പിടിച്ച്. അപ്പോൾ നേരെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ അടിച്ച ആ എനിമി നമ്മൾ വീണ്ടും അടിച്ചു ഗൈസ്. അപ്പോൾ നമ്മളെ ടീമേറ്റിൻ്റെ കളി കാണാമെന്ന് വെച്ചാൽ ഈ ഒരു ന്യൂബ് ബംഗാളി അയച്ചാൽ കളിക്കാനും അറിയില്ല. അതുകൊണ്ട് നമുക്ക് പുറകിൽ നിന്ന് അവനക്ക് അടി കിട്ടി. അപ്പോൾ ആ റൗണ്ട് അവർ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത റൗണ്ടിൽ നമ്മൾ M1A വെച്ചിട്ട് എൻ്റെ ഫേവറേറ്റ് ഷോർട്ട് റേഞ്ച് ഗണ്ണാണ്. വൺ ടാപ്പ് അടിക്കാൻ ബെസ്റ്റ് ഗണ്ണാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ അവന്മാരെ കുത്തിപ്പിടിക്കുക വൺ ടാപ്പ് എന്തുവേണം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അവന്മാരെ റഷ് ചെയ്ത് കയറാമെന്ന് വിചാരിച്ച്. റഷ് ചെയ്ത് നമ്മൾ കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ റഷ് ചെയ്ത് കയറിയപ്പോൾ ഗൈസ് അവിടെ ഒരു ടീമേറ്റ് നമ്മൾ ഒളിച്ചിരിക്കണല്ല, ഒരു എനിമി നമ്മൾ ഒളിച്ചിരിക്കുന്നുണ്ട്. അവനെ ഒരു ഡാമേജ് ആടി കൊടുത്തു. പക്ഷേ അവനയച്ച ഗ്ലൂ വാൾ വെച്ച് മൂടിയിരിക്കണം. അപ്പോൾ നമ്മുടെ ടീമേറ്റ് സഹായിച്ചിട്ടുണ്ട് ആ ഗ്ലൂ വാൾ പൊട്ടിക്കാൻ. അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ കയറി അവന് ഡാമേജ് കൊടുത്തു. അവൻ ചാവണ രീതിയിൽ നിൽക്കുന്നത്. അവനെ ഡാമേജ് കൊടുത്ത് അവനെ കുത്തിപ്പിടിച്ചിട്ട് അവനോട് ഇല്ലാണ്ട് ഗൈസ് അവനങ്ങോട്ട് തീർത്തിട്ടുണ്ട്. അവനെ എനിക്ക് പരാഫലും കിട്ടി. എൻ്റെ 2 ഫേവറേറ്റ് ഗണ്ണും കിട്ടി. ഒരു എനിമി കൂടെ ഉള്ള അവനെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അപ്രതീക്ഷിതമായി അവൻ നമ്മുടെ മുന്നിൽ പെട്ട് അവനിട്ട് പരാഫൽ വെച്ച് കുത്തിപ്പിടിച്ച് അവനെ കൊന്നുണ്ട് ഗൈസ്. അങ്ങനെ ആ റൗണ്ട് നമ്മൾ അങ്ങോട്ട് എടുത്തേക്കാണ്. ഇപ്പോൾ ഡ്രോ ആണ്, 2-2. ഗൈസ് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെ നിന്നിട്ടൊരു സ്കാർ എടുത്തിട്ട് പിടിച്ചിട്ടുണ്ട്. അത് ഏതോ ഒരു ടീമേറ്റ് എടുത്താണ്. പക്ഷേ അത് അവൻ ഡ്രോപ്പ് ചെയ്തോടെ കളഞ്ഞു. ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ സ്കോപ്പ് ചെയ്ത് നോക്കുന്നുണ്ട് കുറേ. പക്ഷേ അപ്പോൾ സ്കോപ്പ് ചെയ്തിട്ട് ഒന്നും കിട്ടില്ല. ഞാൻ വിചാരിച്ചു റഷ് ചെയ്ത് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ റഷ് ചെയ്ത് നമ്മൾ ബാക്ക് സൈഡിലെത്തിയിട്ടുണ്ട്. ബാക്ക് സൈഡിലെത്തിയപ്പോൾ ആരെയും കാണില്ല. അപ്പോൾ ഒരു വെടിയുണ്ട ശബ്ദം കേട്ട് പുറകിന്ന്, വെടിയുണ്ട ശബ്ദം മുന്നിൽ നിന്ന് കേട്ട് പുറകിന്ന് കേട്ടു. പക്ഷേ അവിടെ ആരില്ല. പക്ഷേ പുറകിൽ നോക്കിയപ്പോൾ നമ്മുടെ എനിമി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിമീനിട്ട് അവനെ അയച്ച ഗ്ലൂ മെൽറ്ററൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഹെഡ്ഷോട്ട് അടിച്ച് അവനെ അങ്ങോട്ട് തല്ലടിച്ച് പൊളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത എനിമീനെ നോക്കാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് ഓടി കയറണം. അപ്പോൾ ഗൈസ് നമ്മൾ നോക്കുമ്പോൾ അവനെ അയച്ച ടോപ്പിൽ നിൽക്കുന്നുണ്ട്. അവനെ കുറച്ച് ഡാമേജ് ഒരു 34 കൊടുത്തപ്പോൾ അപ്പം തന്നെ അവൻ ഗ്ലൂ വാൾ ഇട്ട് അവൻ വീണ്ടും കൊടുക്കാന്ന് വെച്ചാൽ ഗ്ലൂ വാൾ പൊട്ടിച്ച് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ അപ്പം തന്നെ അവൻ താഴേക്ക് ഇറങ്ങി തോന്നുന്നു. അപ്പോൾ നമ്മുടെ ടീമേറ്റിന് ഡാമേജ് കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടീമേറ്റിനെ രക്ഷാൻ വേണ്ടി. പക്ഷേ അപ്പത്തേക്കും നമ്മുടെ ടീമേറ്റിനെ നമ്മൾ ആ ബംഗാളി ന്യൂബ് നമ്മളെ ടീമേറ്റിനെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഡാമേജ് കൊടുത്തു. അപ്പോൾ തന്നെ നമ്മുടെ ടീമേറ്റ് നമ്മുടെ സപ്പോർട്ടിന് വേണ്ടി വന്ന് നമ്മുടെ എനിമീനെ അങ്ങോട്ട് അടിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ആ റൗണ്ട് നമ്മളങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായി. ഈ റൗണ്ട് നമ്മൾ ലാസ്റ്റ് റൗണ്ടാണ്. ഈ റൗണ്ട് നമുക്ക് എടുത്താൽ നമ്മൾ ബൂയി അടിക്കും. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ M1A സ്കാറും വെച്ച് എടുക്കാമെന്ന് വിചാരിച്ച്. M1A വെച്ചിട്ട് നമുക്കൊരു വൺ ടാപ്പ് അടിക്കാൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഷോർട്ട് റേഞ്ചിൽ ലോങ് റേഞ്ചിൽ 2 പേരുണ്ടായിരുന്നു. 2 പേർക്കും ഞാൻ നല്ല ഡാമേജ് കൊടുത്തു. പക്ഷേ കുമ്മനടിച്ച് ഗൈസ് നമ്മുടെ ടീമേറ്റ് കുമ്മനടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ദേഷ്യം പിടിച്ചപ്പോൾ നമ്മൾ റഷ് ചെയ്തു. അപ്പോൾ നമ്മുടെ എനിമി അവിടെ നിൽക്കണേന്ന് അവനൊരു വൺ ടാപ്പ് എടുത്ത് അവനങ്ങോട്ട് നോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കളി നമ്മൾ ജയിച്ചു. അപ്പോൾ നമ്മൾ ബൂയി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.